മൊമെൻറ്റം ആസ് എ ജനറേറ്റർ ഓഫ് ട്രാൻസ്ലേഷൻ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു എന്തായിരുന്നു? ഒരു പോയിന്റിൽ നിന്ന് സപ്പോസ് പാർട്ടിക്കിൾ എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റിലാണെങ്കിൽ അതെന്താണ് എക്സ് പ്രൈം എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്തും. ഇത് സം ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ എക്സ് പ്രൈം എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്തും. നമ്മളതിന് ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ മൊമെൻറ്റമാണ് ഈ ട്രാൻസ്ലേഷന് കാരണമാകുന്നത് എന്നാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സപ്പോസ് എക്സ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലാണ് പാർട്ടിക്കിൾ ഉള്ളത്. അപ്പോൾ സം കൈൻഡ് ഓഫ് എനർജി പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്തു? എക്സ് പ്രൈമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അതെന്ത് കാരണമാണത്? മൊമെൻറ്റം ചേഞ്ച് ഓഫ് ദ പാർട്ടിക്കിൾ കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? അടുത്ത പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഇൻഫിനിറ്റിസിമൽ, അതായത് വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് ഡി എക്സ് പ്രൈം ഡിസ്റ്റൻസ് ആണ് അതിനെന്ത് സംഭവിച്ചത്? ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. എന്തായിരുന്നു? കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് എക്സ് ഐ കോമ കെ ജെ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ഡെൽറ്റ ഐ ജെ ആണ്. ഐ ഈക്വൽ ടു ജെ ആവുന്ന സമയത്ത് 1 ആവും, അല്ലെങ്കിൽ അത് 0 ആയി മാറും ക്രോണക്കർ ഡാറ്റയുടെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട്. അപ്പോൾ നമ്മൾ കെനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു, പക്ഷെ അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്നും കൂടി നമുക്ക് ഈ ഒരു സെക്ഷനിൽ നോക്കാം. അപ്പോൾ ഇത് ഇക്വേഷൻ നമുക്കറിയാം. ഈ കമ്മ്യൂട്ടേഷൻ റിലേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ, അതായത് ഇൻഫിനിറ്റിസിമൽ ട്രാൻസ്ലേഷൻ ഓപ്പറേറ്ററാണ്. കണ്ടോ, ടി ഓഫ് ഡി എക്സ് പ്രൈം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? 1 - i ഇൻറ്റു കെ ഡോട്ട് ഡി എക്സ് പ്രൈം ആണ്. ഇവിടെ കെ വെക്റ്റർ കെ എന്ന് പറഞ്ഞാൽ കെ എക്സ് കെ വൈ കെ സെറ്റും, മറ്റേത് എക്സ് വൈ സെറ്റ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി എക്സ് ഡി വൈ ഡി സെറ്റും ആണ്. അപ്പോൾ എന്താണ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് കെ എന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ് മൊമെൻറ്റമാണ് ഇതിന് കാരണമായത്, ഒരു ഷിഫ്റ്റിന് കാരണമായത്, അല്ലെങ്കിൽ ആ ഡിസ്റ്റർബൻസിന് കാരണമായത് മൊമെൻ്റാണ് നമുക്ക് പറയാം. സോ എന്താണ്? കെ ഈസ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു മൊമെൻറ്റം. ദാറ്റ് ഈസ് കെ ഈക്വൽ ടു പി എന്ന് പറയാം. പക്ഷേ എന്താണ്, നമുക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ കെ ഈക്വൽ ടു പി എന്ന് പറഞ്ഞിട്ട് എഴുതാനും പറ്റില്ല. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മൊമെൻറ്റം. കെ ഈസ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു മൊമെൻറ്റം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് കെ ഈക്വൽ ടു പി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ട് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ഈക്വൽ ടു എഴുതാനും പറ്റില്ല. കാരണം എന്താണ്? കെ ഡോട്ട് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ നോക്കുക. ഇവിടെ കെ ഡോട്ട് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അതെന്താണ്? അത് ഡയമെൻഷൻ ലെസ് ആണ്, അല്ലേ? ഇറ്റ് ഈസ് ഡയമെൻഷൻ ലെസ്. അപ്പോൾ ഈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ എന്താണ് യൂണിറ്റ് ആണ്. ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്നുള്ളത് ആ ഡിസ്റ്റൻസിന്, സ്മോൾ ഡിസ്റ്റൻസിനാണല്ലോ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആണുള്ളത്. അതാണ് ഇവിടെ എല്ല് നിട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പോകണം, അല്ലേ? ഡയമെൻഷൻ ലെസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കേക്ക് എന്തായിരിക്കണം? അതിൻ്റെ യൂണിറ്റ് 1/L ആണ് വരാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കെ ഈസ് ഈക്വൽ ടു എന്താണ് നമ്മൾ എടുത്തു? ഇറ്റ് ഈസ് പി ബൈ, പി എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ആണ്, പി ബൈ യൂണിവേഴ്സൽ കോൺസ്റ്റൻറ്റ് ഇൻ ദ ഡയമെൻഷൻ ഓഫ് ആക്ഷൻ നമ്മൾ എടുത്തു. സോ കെ ഈസ് ഈക്വൽ ടു പി ബൈ യൂണിവേഴ്സൽ കോൺസ്റ്റൻറ്റ് ഇൻ ദ ഡയമെൻഷൻ ഓഫ് ആക്ഷൻ. അപ്പോൾ നമ്മൾ ഈ യൂണിവേഴ്സൽ കോൺസ്റ്റൻറ്റ് നമ്മൾ പല യൂണിറ്റിലും പറയാമെന്നൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഓരോരുത്തരുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് എടുക്കുന്നതാണ്. നമ്മുടെ ഹിയർ യൂണിവേഴ്സൽ കോൺസ്റ്റൻറ്റ് ഇൻ ദ ഡയമെൻഷൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എച്ച് കട്ട്. ഓക്കെ, വെർ എച്ച് ഈസ് ഈക്വൽ ടു എച്ച് ബൈ 2π. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കിട്ടിയത്? ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു മൊമെൻ്റ് ആണ്. അപ്പോൾ ഇത് നമ്മളെന്താ പറയുക, യൂണിറ്റ് കറക്റ്റ്, ഡയമെൻഷൻ കറക്റ്റ് ആവണ്ടേ. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു എന്താണ് വരും? പി ബൈ എച്ച് കട്ടാണെന്ന് വരും. ദാറ്റ് ഈസ് നമ്മുടെ ടി ഓഫ് ഡി എക്സ് പ്രൈം, അതായത് ഇൻഫിനിറ്റിസിമൽ ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കെയുടെ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്കിതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയില്ലേ? ഇവിടെ ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടി? ടി ഓഫ് ഡി എക്സ് പ്രൈം എന്ന് പറഞ്ഞാൽ 1 - i ഇൻറ്റു പി ഡോട്ട് ഡി എക്സ് പ്രൈം ബൈ എച്ച് കട്ട് എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ പി ബൈ എച്ച് കട്ടാണ് എന്തിന് സ്റ്റാൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് സ്റ്റാൻഡ്സ് ഫോർ കെ. ഓക്കെ, സോ നമ്മുടെ കമ്മ്യൂട്ടേഷൻ റിലേഷൻ എന്തായിരുന്നു? എക്സ് ഐ, കമ്മ്യൂട്ടേഷൻ എക്സ് ഐ കോമ കെ ജെ ഈക്വൽ ടു ഐ ഇൻറ്റു ഡെൽറ്റ ഐ ജെ എന്നാണ്. അപ്പോൾ നമ്മൾ കെയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇറ്റ് ഈസ് കമ്മ്യൂട്ടേഷൻ എക്സ് ഐ കോമ പി ബൈ എച്ച് കട്ട് എന്ന് വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡെൽറ്റ ഐ ജെ. അപ്പോൾ ഈ എച്ച് കട്ട് എന്ന് പറഞ്ഞാലൊരു ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്, നമുക്ക് അതിനെ പുറത്തേക്ക് എടുക്കാം. ദെൻ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഐ കോമ പി ഈസ് ഈക്വൽ ടു എന്താന്ന് വന്നു? എക്സ് ഐ കോമ ഇവിടെ ജെ ഉണ്ട് കേട്ടോ, ഇവിടെ സഫിക്സ് എക്സ് ഐ കോമ പി ജെ എന്നുണ്ട്, അത് ഇടുക. എക്സ് ഐ കോമ പി ജെ ഇസ് ഈക്വൽ ടു ഐ എച്ച് കട്ട് ഇൻറ്റു ഡെൽറ്റ ഐ ജെ എന്ന് വന്നു.
സോ പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷനാണ്. നമ്മൾ ഒരു മൊഡ്യൂൾ മൊത്തം ഇനി ആംഗുലർ മൊമെൻറ്റത്തിനെ പറ്റിയിട്ടാണ് പഠിക്കുക, തേർഡ് മൊഡ്യൂൾ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റിലേഷൻ വന്നതെന്ന് നമ്മൾ ഇവിടെ നിന്ന് തന്നെ പഠിച്ചിട്ടാണ് പോണത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹൈസൻബർഗ്സ് പൊസിഷൻ മൊമെൻറ്റം അൺസർട്ടനിറ്റി റിലേഷൻ. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, രണ്ട് ഒബ്സർവബിൾസ് എയും ബിയും ഉണ്ടെങ്കിൽ അതിൻ്റെ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇറ്റ് ഈസ്, അതായത് ഇൻ ടേംസ് ഓഫ് വേരിയൻസ് അല്ലെ, വേരിയൻസിൻ്റെ ടേംസിൽ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഡെൽറ്റ എ സ്ക്വയർ എക്സ്പെക്റ്റേഷൻ ഡെൽറ്റ ബി സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 മോഡ് സ്ക്വയർ ഓഫ് എക്സ്പെക്റ്റേഷൻ കമ്മ്യൂട്ടേഷൻ എ കോമ ബി എന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ ഒബ്സർവബിൾസ് എന്ന് പറഞ്ഞാൽ എക്സും അതേപോലെ തന്നെ മൊമെൻറ്റം ഇൻ എക്സ് ഡയറക്ഷനുമാണ്, അല്ലെങ്കിൽ എക്സ് കമ്പോണൻറ്റ് ഓഫ് മൊമെൻ്റ് ആണ്. എക്സും ബി എക്സും ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? ഇറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഡെൽറ്റ എക്സ് സ്ക്വയർ എക്സ്പെക്റ്റേഷൻ ഡെൽറ്റ പി എക്സ് സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 മോഡ് സ്ക്വയർ അതിനകത്ത് എക്സ്പെക്റ്റേഷൻ കമ്മ്യൂട്ടേഷൻ എക്സ് പി എക്സ് എന്ന് വരും. സോ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ച ഇക്വേഷൻ അനുസരിച്ച്, ഇക്വേഷൻ 1 അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പി എക്സ് കമ്മ്യൂട്ടേഷൻ എക്സ് പി എക്സ് എന്ന് പറഞ്ഞാൽ ഐ എച്ച് കട്ട് ഡെൽറ്റ ഐ ജി ആണ് വരിക. ഇവിടെ എക്സും ബി എക്സും ആണ്, അതായത് ഐയും ജെയും ഈക്വൽ ആണ്. അപ്പോൾ ഡെൽറ്റ ഐ ജിയുടെ വാല്യൂ എന്ത് വരും? 1 എന്ന് വരും. സോ നമുക്ക് എന്ത് കിട്ടി? ഐ എച്ച് കട്ട് എന്ന് കിട്ടി. അതായത് കമ്മ്യൂട്ടേഷൻ എക്സ് പി എക്സ് എന്ന് പറഞ്ഞാൽ ഐ എച്ച് കട്ടാണ്. സോ നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ or equal to 1/4 മോഡ് ഐ എച്ച് കട്ട് സ്ക്വയർ എന്ന് വരും. അപ്പം ഐ എച്ച് കട്ട് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? എച്ച് മോഡ് ഐ എച്ച് കട്ട് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് കട്ട് സ്ക്വയർ ആണ് വരിക. സോ വി വിൽ ഗെറ്റ് ഡെൽറ്റ എക്സ് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ പി എക്സ് സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 എച്ച് കട്ട് സ്ക്വയർ എന്ന് വരും. അപ്പോൾ പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. സോ നമ്മൾ ഇഫ് ഡെൽറ്റ എക്സിന് നമ്മൾ റൂട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഡെൽറ്റ എക്സ് സ്ക്വയർ ആയിട്ടും ഡെൽറ്റ പി എക്സ് നമ്മൾ റൂട്ട് ഓഫ് ഡെൽറ്റ പി എക്സ് സ്ക്വയർ ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ, ഈ ഇക്വേഷൻ നമുക്ക് ഇതിന് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ അപ്പോൾ വരിക? സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ത് വരും? എച്ച് കട്ട് ബൈ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് കട്ട് ബൈ 2 എന്ന് വരും. അപ്പോൾ ഇതാണ് ഹൈസൻബർഗിൻ്റെ പൊസിഷൻ മൊമെൻറ്റം അൺസർട്ടനിറ്റി റിലേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, രണ്ട് ക്വാണ്ടിറ്റീസ് പൊസിഷനും മൊമെൻറ്റത്തിൽ നമുക്ക് ഒരുമിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? മെഷർ ചെയ്യാൻ പറ്റില്ല. ഒന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പൊസിഷനാണ് മെഷർ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു മെഷർമെൻറ്റ് കോസസ് ദ ഡിസ്റ്റർബൻസ് അല്ലേ. അപ്പോൾ നമുക്ക് ആ അറ്റ് ടൈമിൽ നമ്മൾ മെഷർ ചെയ്യുന്ന പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റ് നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല. മൊമെൻറ്റാണ് മെഷർ ചെയ്യാൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും അവിടെ എന്തുണ്ടാവും? ഒരു അൺസർട്ടനിറ്റി, ഒരു മിനിമം അൺസർട്ടനിറ്റി അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് കട്ട് ബൈ 2 എന്നാണ് പറയുന്നത്. Finite translation. So far we have concern with the infinitesimal translation. Now we are going to discuss what is finite translation. A finite translation means a spatial displacement by a finite amount can be obtained by successively compounding infinitesimal translation. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ here it is ദ പൊസിഷൻ എക്സ് എന്ന് പറയുന്ന പൊസിഷനിലാണ് പാർട്ടിക്കിൾ. ദെൻ അത് എക്സ് പ്രൈമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സോ ആ ഒരു അത് ഫൈനൈറ്റാണ്. അപ്പോൾ ഫൈനൈറ്റ് ആയിട്ടുള്ള ആ ഒരു ട്രാൻസ്ലേഷൻ നമ്മൾ ഡെൽറ്റ എക്സ് പ്രൈം ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഡെൽറ്റ എക്സ് പ്രൈം ആണ് ഇൻ ദ എക്സ് ഡയറക്ഷൻ. ഓക്കെ, സോ എ ട്രാൻസ്ലേഷൻ ഇൻ ദ എക്സ് ഡയറക്ഷൻ ബൈ ആൻ എമൗണ്ട് ഡെൽറ്റ എക്സ് പ്രൈം. അപ്പോൾ നമ്മൾ ഡെൽറ്റ എക്സ് പ്രൈം വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫൈനൈറ്റ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ കുറേ ഇൻഫിനിറ്റിസിമൽ ട്രാൻസ്ലേഷൻസ് ചേർന്നാണല്ലോ നമുക്ക് ഇതിനെങ്ങനെ ഡിവൈഡ് ചെയ്യാമല്ലോ. ഡി എക്സ് പ്രൈം ഡി എക്സ് പ്രൈം ഡി എക്സ് പ്രൈം എന്ന് പറഞ്ഞിട്ട് കുറേ ഇൻഫിനിറ്റിസിമൽ ട്രാൻസ്ലേഷൻസ് ചേർന്നതാണ് എന്തൊരു ഫൈനൈറ്റ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഓർ ഇറ്റ് ഈസ് സക്സസീവ്ലി കോമ്പൗണ്ടിങ് ഇൻഫിനിറ്റിസിമൽ ട്രാൻസ്ലേഷൻ ദാറ്റ് ഗിവ്സ് എസ് എ ഫൈനൈറ്റ് ട്രാൻസ്ലേഷൻ എന്ന് പറയാം. So let us consider a finite translation in the x direction and it is denoted by delta x prime. So a finite translation operator in the x direction നമുക്കതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇറ്റ് ഈസ് നമ്മൾ ആദ്യം ഇൻഫിനിറ്റിസിമൽ നമ്മളെങ്ങനെ ടി ഓഫ് ഡി എക്സ് പ്രൈം എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത്. ഡി എക്സ് പ്രൈം എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഫിനിറ്റിസിമൽ ആയിട്ടുള്ള ആ ഒരു ട്രാൻസ്ലേഷൻ എമൗണ്ടാണ് കാണിക്കുന്നത്. ഇവിടെ ഡെൽറ്റ എക്സ് പ്രൈം ആണ് നമ്മുടെ എന്ത് എമൗണ്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എക്സ് ഡയറക്ഷനുമാണ്. അപ്പോൾ നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യുക? ടി ഓഫ് ഡെൽറ്റ എക്സ് പ്രൈം ഇൻ ദ എക്സ് ഡയറക്ഷൻ. എക്സ് ക്യാപ്പാണ് അവിടെ ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ നമുക്ക് നമ്മൾ ഈ പറഞ്ഞ ഫിഗർ അനുസരിച്ച് നമുക്ക് ഡെൽറ്റ എക്സ് പ്രൈം എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എൻ ഇൻറ്റു ഡി എക്സ് പ്രൈം അല്ലേ.
കുറേ ഡി എക്സ് പ്രൈമുകൾ ചേർന്നതാണ് എന്ത് ഒരു ഫൈനൈറ്റ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദാറ്റ് ഈസ് എൻ ആണ് അതിൻ്റെ ഡിവിഷൻ എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ ഡി എക്സ് പ്രൈം ആണ്. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, സോ ടി ഓഫ് ഡെൽറ്റ എക്സ് പ്രൈം എക്സ് ക്യാപ് ഇറ്റ് ഈസ് ആക്ടിങ് ഓൺ കെറ്റ് എക്സ് പ്രൈം. അപ്പോൾ ഒരു ഫൈനൈറ്റ് ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ ഒരു കെറ്റ് എക്സ് പ്രൈമിൽ ആക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ് പ്രൈം എന്ന പൊസിഷനിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, അത് എവിടേക്ക് ഷിഫ്റ്റ് ആവും, എക്സ് പ്രൈം പ്ലസ് ഡെൽറ്റ എക്സ് പ്രൈമിലേക്ക് ഷിഫ്റ്റ് ആവും ഇൻ ദ എക്സ് ഡയറക്ഷൻ. ഓക്കെ, അതാണ് എക്സ് ക്യാപ്പ് കൊടുത്തിട്ടുള്ളത്. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ടി ഓഫ് ഡി എക്സ് പ്രൈം. ഇപ്പോൾ ഒരു ഫൈനൈറ്റ് ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ കുറേ ഡി എക്സ് പ്രൈമുകൾ കൂടിയതാണ് അല്ലേ, അതായത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ടി ഓഫ് ഡി എക്സ് പ്രൈം പ്ലസ് എറ്റ്സെട്ര എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഇറ്റ് ഈസ് ടി ഓഫ് ഡി എക്സ് പ്രൈം ഇൻറ്റു ടി ഓഫ് ഡി എക്സ് പ്രൈം ഇൻറ്റു എറ്റ്സെട്ര എന്ന് വരും. ഇവിടെ എറ്റ്സെട്ര ഉണ്ട്. ഓക്കെ, so we can write it is t of n into dx prime that is equal to t of dx prime the whole raised to n എന്ന് വരും. അപ്പോൾ n എന്ന് പറയുന്നത് ഇഫ് n is equal to infinity, n equal to infinity എന്ന് പറഞ്ഞാൽ ഈ ഇൻഫിനിറ്റിസിമൽ ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറുതാണ് അല്ലേ. അപ്പോൾ ഡി എക്സ് പ്രൈം എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ദാറ്റ് ഈസ് ടി ഓഫ് ഡെൽറ്റ എക്സ് പ്രൈം എക്സ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു we can write അല്ലേ ഫ്രം ദിസ് ഇക്വേഷൻ ഇറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ടി ഓഫ് ഡി എക്സ് പ്രൈം ഹോൾ റൈസ് ടു n ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ടി ഓഫ് ഡി എക്സ് പ്രൈം ഈസ് വാട്ട് 1 മൈനസ് ഐ ഇൻറ്റു നമ്മൾ ഇൻ ദ എക്സ് ഡയറക്ഷനാണ് ഞാൻ വീണ്ടും പറയുന്നത് കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ പി എക്സ് എടുത്തത് കേട്ടോ. സോ ഇറ്റ് ഈസ് ഐ ഇൻറ്റു പി എക്സ് ഡി എക്സ് പ്രൈം ബൈ എച്ച് കട്ട് ഹോൾ റൈസ് ടു n എന്ന് വരും. നമ്മുടെ ടി ഓഫ് ഡി എക്സ് പ്രൈമിൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ കൊടുത്തത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ഐ പി എക്സ് ബൈ എച്ച് കട്ട് ഡി എക്സ് പ്രൈം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ വരിക, ഇറ്റ് ഈസ് ഫ്രം ഇക്വേഷൻ 1 ഇറ്റ് ഈസ് ഡി എക്സ് പ്രൈം ഈസ് ഡെൽറ്റ എക്സ് പ്രൈം ബൈ എൻ ആണല്ലോ. സോ അത് വാല്യൂ കൊടുത്തു, ഡെൽറ്റ എക്സ് പ്രൈം ബൈ എൻ ആണ്. ഇനി നമുക്കൊരു റിലേഷൻ ഉണ്ട് മാത്തമാറ്റിക്കലി, ഇ റൈസ് ടു മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് എക്സ് ബൈ എൻ ഹോൾ റൈസ് ടു n ആണ്. അപ്പോൾ ഈ റൈസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഡിനോട്ട് ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വരും, ടി ഓഫ് ഡെൽറ്റ എക്സ് പ്രൈം എക്സ് ക്യാപ്പ്, അതായത് ഫൈനൈറ്റ് ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ ബൈ ആൻ എമൗണ്ട് ഡെൽറ്റ എക്സ് പ്രൈം ഇൻ ദ എക്സ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു എന്താണ്, ഇ റൈസ് ടു മൈനസ് ഐ പി എക്സ് ബൈ എച്ച് കട്ട് ഡെൽറ്റ എക്സ് പ്രൈം എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫൈനൈറ്റ് ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ. ഇൻഫിനിറ്റിസിമൽ ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ എന്തായിരുന്നു, ടി ഓഫ് ഡി എക്സ് പ്രൈം ആയിരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഐ പി എക്സ് ബൈ എച്ച് കട്ട് ഡി എക്സ് പ്രൈം. നമ്മുടെ എക്സ് ഡയറക്ഷനാണ് എടുത്തത്. അപ്പോൾ രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കുക. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ പറയാം.